മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 2-chlorobutane. അതിലേക്ക് നമ്മൾ ക്ലോറിന് ചെയ്തിട്ട് നമുക്ക് 2 ക്ലോറിനുള്ള ഐസോമേഴ്സ് കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ എൻ്റെ കയ്യിൽ എനിക്ക് എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള 2-chlorobutane. ഓക്കെ, നമ്മൾ ഇവിടെയൊക്കെ ഓരോ ക്ലോറിൻ, ആദ്യ അറ്റത്തുള്ള കാർബണിൽ വന്നു, സെക്കൻഡ് കാർബണിൽ വന്നു, മൂന്നാമത്തെ കാർബണിൽ വന്നു, നാലാമത്തെ കാർബണിൽ വന്നു. ആൻഡ് നൗ ലെറ്റ് us see ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് കാണണ്ട. അപ്പൊ ഈ കേസിൽ ദിസ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സിസ്റ്റം എന്ന് പറയുന്നത് അൺസിമെട്രിക്കൽ ആണ്. നമുക്ക് ഒരു കൈറാൽ സെന്ററാ ഉള്ളത്. അപ്പൊ 2n അവിടെ 2 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കിട്ടും. ഇതും ഇയാളുടെ മിറർ ഇമേജും. രണ്ടാമത്തെ ആളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. രണ്ടാമത്തെ ആളെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കിട്ടൂല. 4 പേരും ഡിഫറെന്റ് ആണെങ്കിലേ കൈറാൽ കാർബൺ ആവും. അത് വരുന്നില്ല. മൂന്നാമത്തെ ആളെ എടുക്കുന്ന സമയത്ത് അത് സിമെട്രിക്കൽ ആണ്. നോക്കി, അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെയാ. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് സിമെട്രിക്കലും ആണ്. അവിടെ കൈറാൽ കാർബണുകളുടെ എണ്ണം 2 എങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ 2n-1 ചെയ്യണം. അപ്പൊ 2 2 ആണ് നമുക്ക് അവിടെയും കിട്ടുന്നത്. മൂന്നാമത് നമുക്ക് കിട്ടിയിരിക്കുന്നതിലും ഒരു കൈറാൽ കാർബൺ ഉണ്ട്, സിമെട്രിക്കൽ അല്ല. അപ്പൊ അൺസിമെട്രിക്കൽ ആണ്. ഒരു കൈറാൽ കാർബൺ ആണെങ്കിൽ 2 സോ 2 ആണ് കിട്ടുക. ടോട്ടൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് എത്രയാ? 2. അപ്പൊ ടോട്ടൽ നമുക്ക് 6 പേരെ കിട്ടില്ലേ? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ വരച്ചിരിക്കുന്ന 4 എണ്ണത്തിൽ 3 എണ്ണം ഒപ്റ്റിക്കലി ആക്റ്റീവാ. അപ്പൊ അയാളും അയാളുടെ മിറർ ഇമേജസ് നമുക്ക് ടോട്ടൽ 6 പേരെയാണ് ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ട് കിട്ടുക. ഇതും ഐസോമറിസത്തിൽ നിന്ന് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്.